മാന്നാർ കൊലപാതക കേസിലെ മുഖ്യപ്രതി അനിൽകുമാറിന്റെ സുഹൃത്ത് നാസറിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. നാസറുമായി അനിൽകുമാർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് CDR രേഖകൾ വ്യക്തമാക്കുന്നു. ഇന്നലെയും അനിൽകുമാർ വിളിച്ചു. പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടയിലായിരുന്നു അനിൽകുമാർ വിളിച്ചത്. അതേസമയം പ്രതികളുടെ തെളിവെടുപ്പ് നീളുകയാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അനിലുമായി ബന്ധപ്പെട്ട ആളുകളെ, അതായത് ഈ കൊലപാതകം നടന്നുവെന്ന് കരുതപ്പെടുന്ന കാലഘട്ടം മുതൽ ഇങ്ങോട്ടായി തുടർച്ചയായി ബന്ധപ്പെടുന്ന ആളുകളെയാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടത്ത് നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത നാസർ എന്നയാൾ. ഇയാൾ അനിലുമായി അടുത്ത സുഹൃത്താണ്. അതായത് ഈ കൊല്ലപ്പെട്ട കാലയളവിലും ഒപ്പം തന്നെ ഇപ്പോഴും നിരന്തരം അനിലുമായി ബന്ധപ്പെടുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലാണ് പോലീസ് ചോദ്യം ചെയ്തു വരുന്നത്. ഇന്നലെ മുഴുവൻ മാന്നാർ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇന്നിപ്പോഴും നാസറിനെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പോലീസ് ഈ കേസ് അന്വേഷണം ആരംഭിച്ച ഇത് കേസിന്റെ വിവരങ്ങൾ പുറത്തു വന്ന ഘട്ടം മുതൽ അനിലെ നിരന്തരം ഈ നാസറിനെ ബന്ധപ്പെടുന്നുണ്ട്. ഇന്നലെ ചോദ്യം ചെയ്യലിനിടയിലും പോലീസ് സ്റ്റേഷനിൽ വെച്ച് നാസറിന് അനിലിന്റെ കോളിൽ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ആളുകൾ, പ്രത്യേകിച്ച് ഈ വാഹനം കൊലപ്പെടുത്തി കൊണ്ടുവന്നത് ഒരു കാറിലാണ് എന്നുള്ളതാണ്. ഈ കാറിന്റെ ഉടമയെ കണ്ടെത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇവരുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളുടെ CDR രേഖകളടക്കം പരിശോധിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് പ്രതികളുടെ, അതായത് ഈ അനിലിനൊപ്പം ഉണ്ടായിരുന്ന മറ്റ് പ്രതികളുടെ 164 അടക്കം രേഖപ്പെടുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നും തെളിവെടുപ്പ് ഇതിനകത്ത് ഉണ്ടാവില്ല. മറിച്ച് കൂടുതൽ വിവരങ്ങൾ, കസ്റ്റഡിയിലുള്ള പ്രതികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് പോലീസ് ഇപ്പോഴും. ശരി ശരണ്യ.